ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉള്ളതിനാൽ ഇന്ന് ദീർഘദൂര യാത്രകൾക്ക് ട്രെയിനുകളെയാണ് ഏറെ പേരും ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു നൂറ്റാണ്ട് മുൻപുള്ള കാര്യം പരിശോധിച്ചാൽ അന്നൊക്കെ ബാത്റൂം സൗകര്യം നിലവിലില്ലായിരുന്നു. 1853 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ട്രെയിനുകൾ ഓടാൻ തുടങ്ങിയതെങ്കിലും തുടക്കത്തിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. യാത്രകൾ കുറവായതിനാൽ ആദ്യം ഇതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ ദീർഘമായ റൂട്ടുകൾ നിലവിൽ വന്നതോടെ ടോയ്ലറ്റുകളുടെ അഭാവം ഗുരുതരമായ പ്രശ്നമായി മാറി. എന്നിട്ടും 50 വർഷത്തിലേറെയായി ബ്രിട്ടീഷ് സർക്കാർ ഇതിന് വലിയ പ്രാധാന്യം നൽകിയില്ല. ഒടുവിൽ 1909 ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ഉയർന്ന ക്ലാസ് കോച്ചുകളിൽ മാത്രമാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒഗിൽ ചന്ദ്രസൻ എന്നയാൾ നേരിട്ട അസൗകര്യമാണ് പിന്നീട് എല്ലാവർക്കും ഒരുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ എന്നേക്കുമായി മാറിമറിയുന്നത്. 1909 ജൂലൈ 2 ബംഗാളിലെ അഹമ്മദ്പൂർ സ്റ്റേഷനിൽ ഒഗിൽ ചന്ദ്രസൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ ഓൺബോർഡ് സൗകര്യങ്ങളൊന്നുമില്ലാത്തതിനാൽ ട്രെയിനിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. എന്നാൽ പെട്ടെന്ന് ഗാർഡ് വിസിൽ മുഴക്കിയതോടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. ഒരു കൈയിൽ ഒരു വെള്ളക്കുടവും മറുകൈയിൽ ഒരു കയറും പിടിച്ച് ചന്ദ്രസൻ നീങ്ങിത്തുടങ്ങിയ ട്രെയിനു പിന്നാലെ ഓടി. ആ രംഗം കണ്ടു നിന്നവരെല്ലാവരെയും ചിരിപ്പിച്ചു. ചന്ദ്രസെന്നിന് ആ സംഭവം വളരെ അപമാനകരമായി തീർന്ന ഒന്നായിരുന്നു. ഈ അനുഭവത്തിൽ അസ്വസ്ഥനായ ചന്ദ്രസൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിലെ ഭോപ്പാൽ റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനമായ ഹബീബ്ഗഞ്ചിലെ റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് ട്രെയിനുകളിൽ ടോയ്ലറ്റുകൾ വേണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു കത്തെഴുതി. ഈ കത്ത് റെയിൽവേ ഉദ്യോഗസ്ഥരെ വളരെയധികം സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ദീർഘദൂര റൂട്ടുകളിൽ സാനിറ്ററി സൗകര്യങ്ങളുടെ യഥാർത്ഥ ആവശ്യം റെയിൽവേ അധികൃതർ തിരിച്ചറിഞ്ഞു. 80 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകി. എന്നാൽ ഇതിൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത യാത്രക്കാർക്ക് കിട്ടിയ സൗകര്യം 2016 വരെ ഇന്ത്യയിലെ ലോക്കോ പൈലറ്റുമാർക്ക് ലഭ്യമായിരുന്നില്ല എന്നതാണ്. 2016 ശേഷം നിർമ്മിച്ച എഞ്ചിനുകളിൽ മാത്രമേ ലോക്കോ പൈലറ്റുമാർക്ക് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. 1909 ചന്ദ്രസൻ എഴുതിയ ചരിത്രപരമായ കത്ത് ഇപ്പോഴും ഡൽഹിയിലെ നാഷണൽ റെയിൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രതിഷേധം യാത്രയുടെ പുരോഗതിക്ക് കാരണമായി. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രായമായവർ, കുട്ടികൾ എന്നിവർക്ക് ഈ ഒരു മാറ്റം വളരെ ആശ്വാസമായി മാറി. ഒരൊറ്റ പ്രതിഷേധം എങ്ങനെ അർത്ഥവത്തായ ഒരു മാറ്റത്തിലേക്ക് നയിച്ചുവെന്ന് ഒഗിൽ ചന്ദ്രസന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.